ഞാനൊരു പഴയ കറി വെക്കാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ ചെറിയ മത്തി 12 മത്തിയുണ്ട് ഇത് കേട്ടോ. ഒരു 150 ഗ്രാം മത്തിയുണ്ട്. വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം 150 ഗ്രാമുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഇതിനകത്തേക്ക് 100 ഗ്രാം മുരിങ്ങയ്ക്കയും കൂടി ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത്. പച്ചമത്തി, ചെറിയ പച്ചമത്തി മുരിങ്ങയ്ക്കയിട്ട് കറി വെക്കുകയാണ് ഞാനത് കാണിച്ചത്. അതിന് വേണ്ട സാധനങ്ങളാണ്. ഇത് പച്ചമാങ്ങയാണ്. കഴിഞ്ഞ വർഷത്തെ പച്ചമാങ്ങ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ചെറിയുള്ളി അരയ്ക്കാനുള്ളതും കടുക് വറുക്കാനുള്ളതും, കറിവേപ്പില, പച്ചമുളക് 4 പച്ചമുളക് എടുത്ത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് ഞാനിതിനെടുത്തിരിക്കുന്നത്. ഇനി ഇതിന് അരയ്ക്കാനുള്ളത് നമ്മൾ നമ്മൾ മുളക് പൊടി, പച്ചമുളക് പൊടി ഇട്ട് വെച്ചാൽ മതി. ഇത് തേങ്ങ, പച്ചമുളക് പൊടി ഇട്ട് തന്നെ കറി വെച്ചാൽ മതി. ഇത് പഴയ മോഡലിൽ കറി ആയതുകൊണ്ടാണ് ഇതിന് ഇത് ഒരു പഴയ രീതിയിലുള്ള കറി ആയതുകൊണ്ട് ഇത് ഞാൻ മുളക് പുഴുങ്ങിയാണ് ഇത് ഞാൻ അരയ്ക്കുന്നത്. വത്തൽ മുളക് പുഴുങ്ങി. ഇത് എൻ്റെ അമ്മ പണ്ട് വയ്ക്കുന്ന ഒരു കറിയായിരുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളയുടെ ഇളയ മകൾ എന്നോടത് ആവശ്യപ്പെട്ട്, എൻ്റെ മൂത്ത ആങ്ങളുടെ ഇളയ മകൾ ആവശ്യപ്പെട്ടു, അച്ചമ്മ വെക്കുന്ന പോലൊരു മുരിങ്ങയ്ക്കായും മത്തിയും കൂടെയുള്ള കറി വെച്ച് കാണിക്കണം അപ്പം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിന്നത് വെക്കാൻ തുടങ്ങുകയാണ്. ഈ മുളക് നമുക്ക് പുഴുങ്ങണം നന്നാക്കി. ഇത് കഴുകി ഉണക്കിയ മുളകാണിത്. അത് നമ്മളിട്ട് നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ പോകും. നല്ലോണം വേകണം ഈ മുളക്. ഇത് നല്ലപോലെ തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് ആ തേങ്ങയും ചെറിയുള്ളിയും കൂടെ കൂട്ടിയാണ് ഇത് അരയ്ക്കുന്നത്. അതല്ലാതെ മറ്റൊരു സാധനവും അതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ചേർത്ത് ഇത് വെക്കുകയാണ്. ഇത് തിളപ്പിക്കുകയാണ് നമ്മൾ. എന്നിട്ട് നമുക്കിതിനകത്ത് ആദ്യമായിട്ട് മുരിങ്ങയ്ക്ക മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പം നമുക്കിത് തിളപ്പിച്ചെടുക്കാം, നന്നായി തിളപ്പിച്ചെടുക്കാം. തിളച്ചത് നല്ലപോലെ തിളച്ച് വേകണം ഇത്. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതാ ഒരു അരയിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരുപാട് സാധനമൊന്നും ചേർക്കേണ്ട, നല്ല ടേസ്റ്റിയായ കറിയാണിത്. ഈ ചെറിയുള്ളിയും കൂടെ ഞാൻ അതിനകത്ത് അരയ്ക്കാനിടാൻ പോവുകയാണ്. ചെറിയുള്ളി, മുളക് നന്നായി വെന്ത് വരുന്നുണ്ട്. നല്ലപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇത് നല്ലപോലെ വീർത്തിട്ടുണ്ട് ഈ മുളക് വെന്തിട്ട്. ഇത് വേവിച്ച് വേണം അരയ്ക്കുമ്പോൾ നന്നായി അങ്ങ് അരിയുകയും ചെയ്യും. അതും തേങ്ങയും കൂടി ഇതിനകത്തേക്ക് നമ്മളിനി ഈ തേങ്ങ അങ്ങോട്ട് ആദ്യം തേങ്ങ അതിനകത്തേക്ക് ഇടുക. അത് ഒരു ചെറിയ ബൗൾ തേങ്ങയേ ഉള്ളൂ കേട്ടോ, ഒത്തിരി തേങ്ങയൊന്നുമില്ല. അതങ്ങ് ചെറിയ കുഞ്ഞു മത്തിയാണ്, 12 മത്തിയേ ഉള്ളൂ. അതുപോലെ തന്നെ 100 മുരിങ്ങയ്ക്കായുണ്ട്. അത് നല്ലോണം വൃത്തിയാക്കി കഴുകിയതിന് ശേഷം അത് നെടുകെ കീറിയിട്ടുണ്ട് കേട്ടോ. ആ കഷ്ണം മുറിച്ചേക്കുന്നത് നെടുകെ കീറിയിട്ടുമുണ്ട്. അത് നല്ലോണം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ആ മുളക് നന്നായി വേകുമ്പോൾ നല്ല കളറും ഉണ്ടാകും മുളകിന്. ഇതിനകത്ത് അരിയാനും എളുപ്പമാണ്. ഇത് നമ്മൾ മുളക് പൊടി ഇട്ടാൽ മതി. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി നമുക്ക്. അല്ലാതെ ഇത് തന്നെ ഇങ്ങനെ ആക്കിക്കൊള്ളണമെന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഇത് ഞാൻ പഴയ മോഡൽ കറി ആവശ്യപ്പെട്ടതുകൊണ്ട് ഇഷ്ടത്തിന് വെക്കുകയാണ്. മോൾക്ക് ആ പഴയ കറിയുടെ മോഡൽ അവളുടെ മനസ്സിലുണ്ടാവുമല്ലോ ഒരു പ്ലാന്. അപ്പോൾ ആ പ്ലാനുള്ള കറി തന്നെ അവൾക്ക് വെച്ച് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ആ കറി തന്നെ ഞാൻ വെക്കുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് മുരിങ്ങയ്ക്ക ഇടാം. മുരിങ്ങയ്ക്ക ഇട്ട് വേഗം വെക്കാം നമുക്ക്. കാരണം അല്ലെങ്കിൽ മത്തി വെന്തുടഞ്ഞു പോകും. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് മത്തി വെന്തുടഞ്ഞു പോകും. അതോ അങ്ങനെ ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളൊന്ന് വേവിച്ചങ്ങിടുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ളുപ്പ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഒരു ഇച്ചിരി ഉപ്പ് ഇടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അത്രയും ചേർത്താണ് നമ്മളിത് വേവിക്കുന്നത്. ഇത് നന്നായി വെന്ത് വരണം. ഇതിൻ്റെ ഒരു ടേസ്റ്റും മീനിൻ്റെ ടേസ്റ്റും, മുരിങ്ങയ്ക്ക വെന്ത അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം ഇറങ്ങി മീനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ഇപ്പം ഞാനിതെല്ലാം കൂടെ അടത്തിയത് അതിനകത്തിട്ട് ഞെട്ടൊക്കെ കളഞ്ഞ് അടത്തിയതിനകത്തേക്കിട്ട് ഇനി ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അരച്ചതായത്. വയനാടായതുകൊണ്ട് തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഞങ്ങൾ ചേർക്കും. ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായി അരിഞ്ഞിരിക്കണം. ഇത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് മുളക്, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കുക കേട്ടോ. ഇതിനകത്ത് മുരിങ്ങയ്ക്കകത്ത് ഇച്ചിരി ഉപ്പോടെ ചേർക്കുക. ഇതിനകത്ത് ഞാൻ ചേർത്തേക്കുന്നത് ഇനിയിപ്പം നമുക്കിതാ ഇഞ്ചി. ഇതിനകത്ത് മാങ്ങ ഇടുകയാണ് ഞാൻ. ഈ മാങ്ങ ഞാൻ കഴിഞ്ഞ വർഷത്തെ മാങ്ങയാണ്. ഇത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. മാങ്ങ അരിഞ്ഞിട്ട്
വിനാഗിരിയും പഞ്ചസാരയും കൂടെ വെള്ളത്തിനകത്തിട്ട് ഇളക്കിയിട്ട് അത് ഊറ്റി വെച്ച് നല്ലപോലെ തുടച്ചതിന് ശേഷം സിപ്ലോക്ക് കവറിലാക്കി ഫ്രീസറിൽ വെച്ചിരുന്ന മാങ്ങയാണിത്. മാങ്ങയ്ക്ക് നല്ല പുതിയ മാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ്. മാങ്ങ കേടായിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റിലാണ് മാങ്ങ ഇരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങ. ഇപ്പോഴത്തെ മാങ്ങ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു മാങ്ങ ചേർത്താൽ മതി കേട്ടോ, ആവശ്യത്തിന് പുളി കാണും. ഇനി നമുക്ക് ഈ മീനെല്ലാം കൂടെ ഈ ചട്ടിയിലേക്ക് ഇടാം. മീൻ നമ്മളതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനകത്ത് ഈ അരപ്പ് നമ്മളതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഇനി ആ സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചങ്ങ് തിളപ്പിക്കുകയാണ്. ഇത് കറി പിരിഞ്ഞു ഒന്നും ചെയ്യത്തില്ല. തേങ്ങ നമ്മൾ അരപ്പിട്ട് ഒത്തിരി നേരം തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകുന്ന സമ്പ്രദായം ഉണ്ടല്ലോ. ഇത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് വെക്കുന്നതുകൊണ്ട് ഈ കറി തേങ്ങ പിരിഞ്ഞു പോകത്തില്ല. കറിവേപ്പില ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, എല്ലാ സാധനവും ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മാങ്ങയും മുരിങ്ങയ്ക്ക് ഇതെല്ലാം കൂടെ വെന്ത് അതിനകത്ത് നമുക്കിതിനകത്ത് അരപ്പും ചേർക്കണം. അരപ്പ് ആദ്യം നമുക്കങ്ങ് ചേർക്കാം. കുറച്ച് ചൂടുവെള്ളത്തിനകത്താണ് ഞാൻ അതങ്ങോട്ട് കലക്കി ഒഴിക്കുന്നത്. നല്ലോണം ചൂടുവെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളമാണ്, ഫുള്ളും അങ്ങോട്ട് ഒഴിക്കുക അതിനകത്ത്. ബാക്കിയുള്ളതും കൂടെ അരപ്പ് ചേർത്തിട്ട് പാകത്തിന് നമുക്ക് വെള്ളം അങ്ങ് ചേർക്കണം. അതിൻ്റെ ഇപ്പോൾ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. നന്നായി ഇളക്കി, കണ്ടോ, നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്നിച്ച് നമ്മളങ്ങ് അടുപ്പത്തേക്ക് വെക്കുക, അല്ലാതെ വേറെ ഒന്നും നമ്മൾ പിന്നെ ചെയ്യുന്നില്ല. ആ മുരിങ്ങയ്ക്ക മാത്രം നമ്മളൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഈ ചെറിയ മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തടയാൻ സാധ്യതയുണ്ട്. ഇപ്പം മുരിങ്ങയ്ക്കയും മാങ്ങയും ഉപ്പിട്ട് വേവിച്ചതാണ് നമ്മളതിനകത്തേക്ക് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള പുളിയുണ്ട്, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതിനകത്ത് തക്കാളി അങ്ങനെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കുടംപുളിയും തക്കാളി ഇട്ട് വേണേലും വെക്കാം കേട്ടോ. വാളംപുളി ചേർത്തും വെക്കുന്നവരുണ്ട് കേട്ടോ. ഇത് പഴയ ഒരു കറിയാണ്, കാരണവന്മാരുടെ പഴയ ഒരു കറിയാണ്. ഇത് ഉലുവ, കടുക് വറുക്കാൻ പോകാൻ. കടുകല്ല വറുക്കുന്ന, ഉലുവ വറുത്തിടുകയാണ് ചെയ്യുന്നത്. എണ്ണയ്ക്കകത്തേക്ക് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഉലുവ ഇട്ട്, ഉലുവ നല്ലപോലെ പൊരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചെറിയുള്ളി ചേർക്കണം. ചെറിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അത് ചേർക്കുക അതിനകത്തേക്ക്. ആ ചെറിയുള്ളി ഉണ്ടോ, ചെറിയുള്ളിയും കൂടെ നമുക്ക് മൂത്ത് കഴിയുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് ആ വറവിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. വളരെ ടേസ്റ്റി, പെട്ടെന്ന് വെക്കാൻ പറ്റിയ ഒരു കറിയാണ്. പച്ചക്കറിയുണ്ട്, മീൻകറിയുണ്ട്, രണ്ടും ഒന്നിച്ചായതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മളെല്ലാവരും ഇത് വെച്ച് നോക്കണം. നല്ല കറിയാണിത്. കറി വെന്ത് കണ്ടോ, പിരിഞ്ഞിട്ടൊന്നുമില്ല, കറി പിരിയത്തൊന്നുമില്ല. സാധാരണ നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. കണ്ടോ, ഇത് പിരിഞ്ഞിട്ടൊന്നുമില്ല, പിരിയൊന്നും ചെയ്തിട്ടില്ല ഈ കറി. കണ്ടോ, ഒന്നും ആകത്തില്ല. നല്ല കറിയാണ്. നമുക്കിത് ചപ്പാത്തിക്ക് കൂട്ടാനാണെങ്കിലും ചോറിന് കൂട്ടാനാണെങ്കിലും കപ്പയ്ക്ക് കൂട്ടാനാണെങ്കിലും ഒക്കെ നമുക്കിത് നല്ലൊരു കറിയാണ്. ഇതിനകത്തേക്ക് നമുക്കിനി ആ വറവിട്ട എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചാൽ അത്രയേ ഉള്ളൂ. അതിന് ഉലുവയാണ് നമ്മളതിനകത്തേക്ക് വറുത്ത് ചേർക്കുന്നത്, കടുകൊന്നും വറുത്ത് ചേർക്കുന്നില്ല. ഇവിടെ ചേർത്താൽ നല്ലൊരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വെക്കുകയും ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട ഈ കറി വെക്കുന്നതിന്. കറിവേപ്പില എല്ലാം കൂടെ മൂത്തിട്ടുണ്ട്. ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായി മൂത്തു. ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നോട് സഹകരിക്കണം. ഞാൻ ഒരു ചെറിയ ചാനലാണ് എൻ്റേത്. നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. എന്നോട് സഹകരിക്കണം. ഈ കറി നമുക്ക് ഇപ്പോൾ തന്നെ ഈ കറി നല്ല എളുപ്പമുള്ള ഇതുപോലുള്ള കറികൾ ഞാൻ ഇനിയും വെച്ച് കാണിച്ചു തരാം. ഇതിൽ തന്നെ ഉണക്കമീനിട്ട് കറി വെക്കും, ചെമ്മീനിട്ട് കറി വെക്കും,
അങ്ങനെ പല രീതിയിലുള്ള കറികൾ ഇതേപോലെ തന്നെ ഇതേ മോഡൽ കറി ഇത് തന്നെയാണ് മോഡൽ. പിന്നെ ചെമ്മീനിട്ട് വെക്കും, ഉണക്കമീനിട്ട് ഞാൻ കറി വെച്ച ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.